ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ, ഒരുപാട് വിശേഷങ്ങളിട്ടെന്ന്. അപ്പോൾ നമ്മളെ മിന്നുട്ടി സ്കൂളിൽ സ്പോർട്സിലൊക്കെ കൂടിയിട്ട് എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സബ് ജില്ലയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അവളെ സ്കൂളിൽ 18-19 കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിന്നുട്ടി ഉണ്ടായില്. അപ്പോൾ ഞാനും പോവാണ് കേട്ടോ. എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും മാഷ് നമ്മളോടും പോരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ മിന്നുട്ടിൻ്റെ കൂടെ തന്നെ സ്കൂൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മാഷ് അങ്ങനെ പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ 8:15 സ്കൂളിലെത്തണം. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങാനുള്ള പുറപ്പാടാണ്. നമ്മൾ റിസുട്ടി ഉണരുമ്പോഴത്തിന് ഇവിടുന്ന് എല്ലാം പോകാനുള്ളൊരു ഇതിലാണ് കേട്ടോ റെഡി ആയത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഇറങ്ങാൻ ടൈമിൽ അവന് ഉണർന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞുവാന് സ്കൂൾക്ക് ആക്കി തന്നു കേട്ടോ. ഞാൻ പോളിസിന് പുതിയ ട്രൗസറും ജേഴ്സി എടുത്ത് നല്ല പോയിട്ട്. അപ്പം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ ചെയ്യാം. ബനാനൻ്റെ പാട്ടോടെ അതിനായി വരട്ടെ ആയി വരണ്ടേ കൊണ്ടാകിരി കൊണ്ടാടുമ്പോ എന്താ മേരി അങ്ങനെ നമ്മൾ റിസൾട്ട് ആ ടൈമിൽ വെച്ചിട്ട് ഉണർന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനവിടെ ഇറക്കി എടുത്തിട്ട് മെല്ലെ ബസ്സിന് പോകാനാണ് വിചാരിച്ചത്. പിന്നെ ഉണർന്നാൽ വെക്കം പിന്നെ കുഞ്ഞോനോട് ഞാൻ സ്കൂൾക്ക് ആക്കി തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ 8:15 ആവുന്ന ടൈമിൽ ഇനിയും ഞങ്ങളാക്കി തന്നു കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. കുറച്ച് പേരും കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിസുട്ടിനെ പിന്നെ കുഞ്ഞവൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ. എന്താ വെച്ചാൽ മിഠായി വാങ്ങി വരികയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുമല്ലോ, അല്ലെങ്കിൽ അവൻ കരയും. അപ്പോൾ ഏതായാലും അപ്പോൾ പിന്നെ എണീറ്റിട്ട് പോരായിരുന്നു എനിക്കും സന്തോഷം. കാരണം അല്ലെങ്കിൽ എണീക്കുന്ന സമയത്ത് എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഏതായാലും മക്കളൊക്കെ റെഡിയാക്കി നിർത്തുകയാണ്. പിന്നെ കുഞ്ഞോൻ പിന്നെ അനൂസിനെ സ്കൂൾക്ക് വിടാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ വർക്ക് ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ പോകാനുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാക്കിയിട്ട് റെഡി ആയിട്ട് ഞാനങ്ങോട്ട് മലപ്പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം വരും ചിലപ്പം വരൂല എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ വരികയും. അപ്പം എന്നോട് പറഞ്ഞാൽ നേരത്തെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് കഴിയുകയാണെങ്കിൽ നമുക്ക് കോട്ടക്കുന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്ത് സ്കൂളിൻ്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളേതായാലും സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച് വന്നിരുന്ന ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിന്നുട്ടി ഉദ്ദേശിച്ച സ്ഥലം എന്നല്ല കേട്ടോ. മിന്നുട്ടി ഉദ്ദേശിച്ചിരുന്നത് പോലീസ് ഗ്രൗണ്ട് അങ്ങനെ എന്തോ അവൾ ഒരു മനസ്സിലേന്. അങ്ങനെ ഒരു ഗ്രൗണ്ട് അപ്പുറത്തുണ്ട് കേട്ടോ. ഇത് സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ സ്കൂളിലത്തെ കുട്ടികൾ വന്നിട്ടുണ്ട്. ഒരേ നിറത്തിലുള്ള ജേഴ്സിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മക്കളെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുക. പിന്നെ അങ്ങനെ എല്ലാ സ്കൂളിലത്തെ കുട്ടികളും വേറെ വേറെ കളറുകളിൽ എല്ലാവരും ഒരേ നിറത്തിലുള്ളതായിരുന്നു കേട്ടോ. കുറേ സ്കൂളിട്ട് അതിൽ 1-2 സ്കൂൾ 2-3 സ്കൂളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ സ്കൂൾ പല കളറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരേ കളർ ഇടുമ്പോൾ കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഏതായാലും കുറേ കുട്ടികൾ എത്തിയിട്ടുണ്ട്, കുറേ കുട്ടികൾ എത്താനുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ സ്കൂളിട്ട് നിറഞ്ഞു കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര തോന്നൂല, പക്ഷെ ഒരു ഇനത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പങ്കെടുക്കാൻ. പിന്നെ 8 ട്രാക്കായിരുന്നു, ഗേൾസിന് വേറെ ബോയ്സിന് വേറെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 8 കുട്ടികൾ 9 കുട്ടികളൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഓടിയിരുന്നത്. അങ്ങനെ ഫൈനലും സെമി ഫൈനലും ഫൈനലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മക്കളെ കളി പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഒരു 10:30 ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്.
പിന്നെ കുറച്ച് കുട്ടികളവിടെ യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, ഇതെന്ത് സംഭവമാണ് ഇവർ മാത്രം ഇങ്ങനെ ഇരിക്കണമെന്ന്. പിന്നെ ഒരു ഉദ്ഘാടനത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് പരേഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ ഒരു ഭാഗത്തേക്ക് നമ്മളാക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് മക്കളെ പെട്ടെന്ന് കാണണമല്ലോ, പല ബാഗോ അതൊക്കെ ചോദിക്കുന്ന കുട്ടികൾ പറയാൻ പറ്റിട്ട് പറയില്ല. എന്ത്